ഒന്നാം ഞായറാഴ്ച രാവിലെ നടത്തപ്പെടുന്ന ഈ ഓൺലൈൻ റെക്കോർഡഡ് സർവീസിൽ നിങ്ങളുടെ ഭവനങ്ങളിലിരുന്ന് ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കുവാൻ നിങ്ങളെല്ലാവരെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ പ്രഭാതത്തിൽ നടത്തപ്പെടുന്ന വിശുദ്ധ ആരാധനയിൽ നിന്റെ ദിവ്യമേറിയ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്നാണ് ഈ ആരാധനയിൽ ഞങ്ങൾ പങ്കുകൊള്ളുന്നത്. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന വിഭവങ്ങൾ ശരിയായ രീതിയിൽ വ്യാപാരം ചെയ്യുവാൻ, വിനിയോഗം ചെയ്യുവാൻ, നല്ല കാര്യവിചാരകന്മാരായി തീരുവാൻ ഇന്നത്തെ ആരാധനയിൽ കൂടെ, വചന കേൾവിയിൽ കൂടെ ഞങ്ങളെ സജ്ജരാക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്തോത്രം യേശുനാഥനെ മനുവേലനെ എന്നാരംഭിക്കുന്ന 34-ാമത്തെ ഗീതത്തിന്റെ ആദ്യത്തെ 3 ചരണവും അവസാനത്തെ ചരണവും പാടാം. ലിറിക് നമ്പർ 34. Stotram
നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയെ സ്തോത്രം തിരുവൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ച് കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതി പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളെ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാവമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെയും വീഴ്ചകളെയും ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. ഒന്നാമത്തെ പാപസ്വീകാര പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തി മഹാമാരിയായ പിതാവേ, ഞാൻ കാണാതെ പോയ ആളുകളെ പോലെ ഞങ്ങളുടെ തെറ്റിദ്ധരിക്കുന്നു. ഞങ്ങളുടെ സഹോദരങ്ങളെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങളുടെ അനുസരിച്ച് ധരിക്കുന്നു. ഞങ്ങളുടെ രക്ഷിതാക്കളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ ചെയ്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യമില്ല. അച്ഛന്മാരായ പ്രകാരങ്ങളോട് കരുണ ദൈവമേ, ഞങ്ങളുടെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നീ മറ്റുള്ളവരോട് പ്രകാരം
നിന്റെ മഹാകരുണയോടുകൂടിയ കനിവ് കൊണ്ട് ഞങ്ങളെ അഴിച്ചുവിടണമേ. കർത്താവിനെ സ്തുതിക്കുവിൻ. 95-ാം സങ്കീർത്തനത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രതിവാക്യമായിട്ട് ഉപയോഗിക്കും. വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്നതിലും അവന്റെ കൈകളിലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തേക്കുള്ള പ്രത്യേക സങ്കീർത്തനം ഇപ്പോൾ വാക്യപ്രതിവാക്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കാര്യവിചാരക ഞായറാഴ്ച ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 147-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. യഹോവയെ സ്തുതിപ്പീൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതിയുചിതവും തന്നെ. യഹോവ യെരൂശലേമിനെ പണിയുന്നു, അവൻ ഇസ്രായേലിന്റെ ശ്രേഷ്ഠന്മാരെ കൂട്ടിച്ചേർക്കുന്നു. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. അവരുടെ ശത്രുക്കളുടെ എണ്ണം നോക്കുന്നു, അവയ്ക്കൊക്കെയും പേർ വിളിക്കുന്നു. നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു, അവന്റെ വിവേകത്തിന് അന്തമില്ല. സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവീൻ, കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുവീൻ. അവൻ ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു, ഭൂമിക്കായി മഴയൊരുക്കുന്നു. അവൻ പർവ്വതങ്ങളിൽ പുല്ലുമുളപ്പിക്കുന്നു. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്നു. തന്നെ ഭയപ്പെടുകയും തന്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോൾ ഒന്നാമത്തെ വേദഭാഗം വായിച്ച് കേൾക്കാം. ഇന്നത്തെ ഈ ദിവ്യാരാധനയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒന്നാം വേദഭാഗം പുറപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൽ 13-ാം വാക്യം മുതൽ 27-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം ശ്രദ്ധിപ്പിക്കും. പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം 13-ാം വാക്യം മുതൽ 27-ാം വാക്യം വരെ. പിറ്റേനാൾ മോശ ജനത്തിന് ന്യായം വിധിക്കുവാനിരുന്നു. ജനം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ മോശയുടെ ചുറ്റും നിന്നു. അവൻ ജനത്തിനു വേണ്ടി ചെയ്യുന്നത് ഒക്കെയും മോശയുടെ അമ്മായിയപ്പൻ കണ്ടപ്പോൾ, നീ ജനത്തിനു വേണ്ടി ചെയ്യുന്ന ഈ കാര്യം എന്ത്? നീ ഏകനായി വിസ്തരിക്കുവാനിരിക്കുകയും ജനമൊക്കെയും രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നിന്റെ ചുറ്റും നിൽക്കുകയും ചെയ്യുന്നത് എന്ത് എന്ന് അവൻ ചോദിച്ചു. മോശ തൻ്റെ അമ്മായിയപ്പനോട്, ദൈവത്തോടെ ചോദിക്കുവാൻ ജനം എൻ്റെ അടുക്കൽ വരുന്നു. അവർക്ക് ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അവരെൻ്റെ അടുക്കൽ വരും. അവർക്ക് തമ്മിലുള്ള കാര്യം ഞാൻ കേട്ട് വിധിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അവരെ അറിയിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിന് മോശയുടെ അമ്മായിയപ്പൻ അവനോട് പറഞ്ഞത്, നീ ചെയ്യുന്ന കാര്യം നന്നല്ല. നീയും നിന്നോട് കൂടെയുള്ള ഈ ജനവും ക്ഷീണിച്ചു പോകും. ഈ കാര്യം നിനക്ക് അതിഭാരമാകുന്നു. ഏകനായി നിവർത്തിക്കുവാൻ നിനക്ക് കഴിയുന്നതല്ല. ആകയാൽ എൻ്റെ വാക്ക് കേൾക്കുക. ഞാനൊരാലോചന പറഞ്ഞു തരാം. ദൈവം നിന്നോട് കൂടെ ഇരിക്കും. നീ ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കുക. നീ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടു ചെല്ലുക. അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഉപദേശിക്കുകയും നടക്കേണ്ടുന്ന വഴിയും ചെയ്യേണ്ടുന്ന പ്രവൃത്തിയും അവരെ അറിയിക്കുകയും ചെയ്യുക. അതല്ലാതെ ദൈവഭക്തന്മാരും സത്യവാന്മാരും ദുരാദായം വെറുക്കുന്നവരുമായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ സകല ജനത്തിൽ നിന്നും തെരഞ്ഞെടുത്ത് അവരെ 1000 പേർക്ക് അധിപതിമാരായും 100 പേർക്ക് അധിപതിമാരായും 50 പേർക്ക് അധിപതിമാരായും 10 പേർക്ക് അധിപതിമാരായും നിയമിക്കുക. അവർ എല്ലാ സമയത്തും ജനത്തിൽ ന്യായം വിധിക്കട്ടെ. വലിയ കാര്യമൊക്കെയും അവർ നിന്റെ അടുക്കൽ കൊണ്ടുവരട്ടെ. ചെറിയ കാര്യമൊക്കെയും അവർ തന്നെ തീർക്കട്ടെ.
ഇങ്ങനെ അവർ നിന്നോട് കൂടെ വഹിക്കുന്നതിനാൽ നിനക്ക് ഭാരം കുറയും. നീ ഈ കാര്യം ചെയ്യുകയും ദൈവം അത് അനുവദിക്കുകയും ചെയ്താൽ നിനക്ക് നിന്നു പൊറുക്കാം. ഈ ജനത്തിനൊക്കെയും സമാധാനത്തോടെ തങ്ങളുടെ സ്ഥലത്തേക്ക് പോവുകയും ആകാം. മോശ തൻ്റെ അമ്മായപ്പൻ്റെ വാക്ക് കേട്ടു. അവൻ പറഞ്ഞതുപോലെ ഒക്കെയും ചെയ്തു. മോശ എല്ലാ ഇസ്രയേലിൽ നിന്നും പ്രാപ്തിയുള്ള പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് അവരെ 1000 പേർക്ക് അധിപതിമാരായും 100 പേർക്ക് അധിപതിമാരായും 50 പേർക്ക് അധിപതിമാരായും 10 പേർക്ക് അധിപതിമാരായും ജനത്തിന് തലവന്മാരാക്കി. അവർ എല്ലാ സമയത്തും ജനത്തിന് ന്യായം വിധിച്ചു വന്നു. വിഷമമുള്ള കാര്യം അവർ മോശയുടെ അടുക്കൽ കൊണ്ടുവരും. ചെറിയ കാര്യമൊക്കെയും അവർ തന്നെ തീർക്കും. അതിന് ശേഷം മോശ തൻ്റെ അമ്മായിയപ്പനെ യാത്ര അയച്ചു. അവർ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ഇവിടെ 1-ാം വേദഭാഗം അവസാനിക്കുന്നു. ഇന്നത്തേക്കുള്ള 2-ാം വേദഭാഗം ഇപ്പോൾ വായിച്ച് കേൾക്കാം. ഈ വിശുദ്ധ ആരാധനയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന 2-ാം വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള ദൈവവചനങ്ങളെ ശ്രവിപ്പിൻ. സഹോദരന്മാരെ, മക്കെദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യവും കാണിപ്പാൻ കാരണമായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധിയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. അതും ഞങ്ങൾ വിചാരിച്ചിരുന്നത് പോലെയല്ല. അവർ മുൻപേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. അങ്ങനെ തീത്തോസ് ആരംഭിച്ചതുപോലെ നിങ്ങളുടെ ഇടയിൽ ഈ ധർമ്മശേഖരം നിവർത്തിക്കണമെന്ന് ഞങ്ങൾ അവനോട് അപേക്ഷിച്ചു. എന്നാൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുന്തിയിരിക്കുന്നത് പോലെ ഈ ധർമ്മകാര്യത്തിലും മുന്തി വരും. ഞാൻ കൽപ്പനയായിട്ടല്ല, മറ്റുള്ളവരുടെ ജാഗ്രത കൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പരമാർത്ഥതയും ശോധന ചെയ്യേണ്ടതിനത്രേ പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഞാൻ ഇതിൽ എൻ്റെ അഭിപ്രായം പറഞ്ഞു തരുന്നു. ചെയ്യുവാൻ മാത്രമല്ല, താല്പര്യപ്പെടുവാനും കൂടെ 1 ആണ്ട് മുൻപേ ആദ്യമായി ആരംഭിച്ച നിങ്ങൾക്ക് ഇത് യോഗ്യം. എന്നാൽ താല്പര്യപ്പെടുവാൻ മനസ്സൊരുക്കം ഉണ്ടായതുപോലെ നിങ്ങളുടെ പ്രാപ്തിക്കൊത്തവണ്ണം നിവൃത്തി ഉണ്ടാകേണ്ടതിന് ഇപ്പോൾ പ്രവൃത്തിയും അനുഷ്ഠിപ്പിൻ. ഒരുത്തന് മനസ്സൊരുക്കം ഉണ്ടെങ്കിൽ പ്രാപ്തിയില്ലാത്തതുപോലെയല്ല, പ്രാപ്തിയുള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും. മറ്റുള്ളവർക്ക് സുഭിക്ഷവും നിങ്ങൾക്ക് ദുർഭിക്ഷവും വരേണം എന്നല്ല, സമത്വം വേണം എന്നത്രേ. സമത്വം ഉണ്ടാവാൻ തക്കവണ്ണം അവരുടെ സുഭിക്ഷം നിങ്ങളുടെ ദുർഭിക്ഷത്തിന് ഉതകേണ്ടതിന് ഇക്കാലം നിങ്ങൾക്കുള്ള സുഭിക്ഷം അവരുടെ ദുർഭിക്ഷത്തിന് ഉതകട്ടെ. ഏറെ പെറുക്കിയവന് ഏറെയും കുറേ പെറുക്കിയവന് കുറവും കണ്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. ഇവിടെ 2-ാം വേദഭാഗം അവസാനിക്കുന്നു. വിശുദ്ധ സുവിശേഷം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ 25-ാമത്തെ അധ്യായത്തിൽ 14 മുതൽ 30 വരെയുള്ള ദൈവവചനം ശ്രദ്ധിപ്പിക്കും. The Gospel according to Saint Matthew, chapter 25, verses 14 to 30. ഒരു മനുഷ്യൻ പരദേശത്തെ പോകുമ്പോൾ ദാസന്മാരെ വിളിച്ചു, തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തരും അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. 1 ലഭിച്ചവന് പോയി നിലത്ത് ഒരു കുഴി കുഴിച്ച് യജമാനന്റെ ദ്രവ്യം മറച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു.
5 താലന്ത് ലഭിച്ചവൻ അടുക്ക വന്നു വേറെ 5 കൂടെ കൊണ്ടുവന്നു. യജമാനെ, 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നന്ന്, നല്ലവരും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം എന്ന് അവനോട് പറഞ്ഞു. 2 താലന്ത് ലഭിച്ചവനും അടുത്ത് വന്നു. യജമാനെ, 2 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 2 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നന്ന്, നല്ലൊരു വിശ്വസ്തമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം എന്ന് അവനോട് പറഞ്ഞു. 1 താലന്ത് ലഭിച്ചവനും അടുത്ത് വന്നു. യജമാനെ, നീ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞ് ഭയപ്പെട്ട് ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു, നിന്റേത് ഇതാ, എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നവൻ എന്ന് നീ അറിഞ്ഞുവെന്നു. നീ എന്റെ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു, എന്നാൽ ഞാൻ വന്ന് എന്റേത് പലിശയോടുകൂടെ വാങ്ങിക്കൊടുമായിരുന്നു. ആ താലന്ത് അവന്റെ പക്കൽ നിന്ന് എടുത്ത് 10 താലന്തുള്ളവനെ കൊടുപ്പിക്കും. അങ്ങനെ ഉള്ളവൻ ഏവനും ലഭിക്കും, അവന് സമൃദ്ധി ഉണ്ടാകും, ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും. എന്നാൽ കൊടുക്കാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുന്നു, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. വെറും കൈയായി ഞാൻ ചെല്ലുമോ എന്ന് ആരംഭിക്കുന്ന 282 കീർത്തനം പാടാം. നമ്പർ 282. Say
നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളെ നീ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളും വിഭവങ്ങളും ശരിയായ രീതിയിൽ വ്യാപാരം ചെയ്യുവാൻ ഒന്നുകൂടെ നേടുവാൻ ഞങ്ങളെ സഹായിക്കണം. വെറും കൈയായി നിന്റെ സന്നിധിയിൽ വരുവാൻ ഇടയാക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. Stewardship, responsible resource management, കാര്യവിചാരകത്വം, ഉത്തരവാദിത്വത്തോടുള്ള വിഭവ വിനിയോഗം എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താവിഷയം. ഇന്ന് കാര്യവിചാരക ഞായറാഴ്ചയാണ്. ആരാണ് ഒരു കാര്യവിചാരകൻ? എന്താണ് കാര്യവിചാരകത്വം? വിശാലമായിട്ടുള്ള പല അർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള പദമാണ് ഇത്. Steward is a person entrusted with the management of others' property. മലയാളത്തിലുള്ള നിർവചനം ഇപ്രകാരമാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. യജമാനന്റെ സമ്പത്ത് യജമാനന് വേണ്ടി ശരിയായി ഉപയോഗിച്ച് യജമാനന്റെ നന്മയും സന്തോഷവും വരുത്തുന്ന ദാസന്മാരുടെ ഇടയിലെ പ്രധാനിയാണ് കാര്യവിചാരകൻ. മേൽനോട്ടം വഹിക്കുന്ന ആൾ, കാര്യം നോക്കി നടത്തുന്നവൻ. ഈ അർത്ഥങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നാം ജീവിക്കുന്ന ലോകം വിഭവ സമൃദ്ധമായിട്ടുള്ള ലോകമാണ്. വിഭവങ്ങളുടെ ശരിയായ വിനിയോഗമാണ് ഏറെ പ്രധാനപ്പെട്ടത്. ദൈവം നൽകിയിരിക്കുന്ന വിഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് ഒരു ക്രമമുണ്ട്. ആ ക്രമം തെറ്റാൽ വലിയ കാഴ്ച. നാം സാധാരണ ഉപയോഗിക്കുന്ന പേന, അതിൽ ഉള്ള ഒരു തുള്ളി മഷി നമ്മുടെ വസ്ത്രത്തിൽ വീണാൽ അത് പ്രയാസമാണ്. നാം കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണമാണ്, അതിനൊരൽപ്പം നമ്മുടെ വസ്ത്രത്തിൽ വീണാൽ അതും പ്രയാസമാണ്. നാം എപ്പോഴും ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി അത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അതും അപകടമാണ്. സമ്പത്ത് അതും ഉപയോഗിക്കുന്നതിന് ഒരു ക്രമമുണ്ട്. അപ്പോൾ ഈ ക്രമം ശരിയായ രീതിയിൽ പാലിക്കുക എന്നുള്ളതാണ് ഒരു കാര്യവിചാരകന്റെ പ്രധാനപ്പെട്ട അവന്റെ ചുമതല. അല്പസമയത്തെ ചിന്തയ്ക്കായി ഇന്ന് സുവിശേഷ വേദഭാഗമായി വായിച്ചു കേട്ട വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. 3 മേഖലകളിൽ നല്ല കാര്യവിചാരകന്മാരായിരിക്കാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി സ്റ്റുവേർഡ്സ് ഓഫ് ടാലൻസ്, താലന്തുകളുടെ കാര്യവിചാരകൻ. ഇന്ന് സുവിശേഷ വേദഭാവമായി വായിച്ചു കേട്ട വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ
യേശു ചില പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ട 10 കന്യകമാരുടെ ഉപമയ്ക്ക് ശേഷമാണ് താലന്തിന്റെ ഉപമ യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു. ഈ 10 കന്യകമാരെ നമ്മളൊന്ന് വീക്ഷിച്ചാൽ പല കാര്യങ്ങളിൽ അവർ തുല്യരായിരുന്നു. 10 പേരുടെ കയ്യിൽ വിളക്കുണ്ടായിരുന്നു. 10 പേരും യജമാനനെ എതിരേൽക്കാൻ ഒരുങ്ങി പുറപ്പെട്ടവരാണ്. ഈ 10 പേരും ഉറങ്ങിയവരുമാണ്. 10 പേരും യജമാനൻ വരുന്നു എന്നുള്ള ആർപ്പുവിളി കേട്ടു. എല്ലാവരും ഈ 10 പേരും എഴുന്നേറ്റു. എല്ലാവരും വിളക്ക് തെളിയിച്ചു. എന്നാൽ വിളക്ക് തെളിയിച്ച സമയത്താണ് 5 പേരുടെ പക്കൽ എണ്ണയില്ല എന്നുള്ളത് മനസ്സിലാക്കിയത്. ആ 5 പേരും തള്ളപ്പെട്ടു. നാം താലന്തുകളുടെ കാര്യവിചാരകന്മാരാണ്. താലന്ത് ലഭിക്കാത്തവരായിട്ട് ആരും ഇവിടെ ഇല്ല. 5 താലന്ത്, 2 താലന്ത്, 1 താലന്ത്. ഓരോരുത്തരും അവന്റെ പ്രാപ്തി പോലെ കൊടുത്തു എന്നാണ് നമ്മൾ വായിച്ചു കേട്ടത്. 3 കഥാപാത്രങ്ങളെ നമുക്ക് അവിടെ കാണാം. താലന്തുകൾ വ്യാപാരം ചെയ്ത ഒരു കൂട്ടം ആളുകൾ, താലന്ത് കുഴിച്ചിട്ട് കണക്ക് ചോദിക്കുന്ന യജമാനൻ. കാര്യവിചാരത്തിൽ വിഭവങ്ങളുടെ സാധ്യത അറിഞ്ഞവർക്ക് മാത്രമേ അതുകൊണ്ട് പ്രയോജനമുണ്ടാക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതിലെ സാധ്യത ഇവൻ കുഴിച്ചിട്ടതാണ് പ്രശ്നം. ഇന്നും ഇതുപോലെ സംഭവിക്കുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ലഭിച്ച ആ താലന്തിന്റെ സാധ്യത മനസ്സിലാക്കാതെ അറിയാതെ ജീവിക്കുന്ന ആളുകളുണ്ട്. 1 ലഭിച്ചവനെ സംബന്ധിച്ചിടത്തോളം തന്റെ കയ്യിലുള്ള ആ 1ന്റെ സാധ്യത അവൻ മനസ്സിലാക്കിയില്ല. 2 തരത്തിലുള്ള കാഴ്ചകളുണ്ട്. ഒന്ന് പ്രകടമായ കാഴ്ച, മറ്റൊന്ന് മറഞ്ഞിരിക്കുന്ന കാഴ്ച. മറഞ്ഞിരിക്കുന്നതിനെ കാണാനുള്ള കാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 1 താലന്ത് ലഭിച്ചവന് അതിന് സാധിച്ചില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഇന്ന് 1-ാമത്തെ വേദഭാഗമായി വായിച്ചു കേട്ട പുറപ്പാട് പുസ്തകത്തിന്റെ 18-ാമത്തെ അധ്യായത്തിൽ അധികാര വികേന്ദ്രീകരണത്തിന്റെ സാധ്യത കണ്ടതായിട്ടുള്ള യിത്രോ, മോശയുടെ അമ്മായിയപ്പൻ, അധികാരം ഒരു ഭാരമല്ല, മറിച്ച് അതൊരു അനുഗ്രഹമാക്കി തീർക്കുവാൻ മോശയെ സഹായിക്കുന്നുണ്ട്. ഈ 1 താലന്ത് ലഭിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവൻ പരാതിക്കാരനാണ്. സ്വയം ബുദ്ധിയിൽ ആശ്രയിച്ചും വിശ്വസിച്ചും താലന്ത് ഒരിക്കലും നാം കുഴിച്ചിടരുത്. താലന്ത്, ഈ 1 താലന്ത് എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിന്റെ താലന്താണ്. ഈ താലന്ത് വ്യാപാരം ചെയ്യാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹത്തിന്റെ ജീവിതമായി തീരും. 2-ാമത്തെ മേഖല സ്റ്റുഡൻസ് ഓഫ് പവർ ആൻഡ് പൊസിഷൻ. നമുക്കെല്ലാവർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള അധികാരവും പദവിയും ഒക്കെ ഉണ്ട്. ദൈവം നൽകിയിരിക്കുന്ന ഈ അധികാരവും ഈ പദവിയും ശരിയായി നാം പാലിക്കേണ്ടതാണ്. ഇത് മിസ്യൂസ് ചെയ്യുവാനായിട്ട് നമുക്ക് ഇടയാകരുത്. കാരണം ദൈവമാണ് ഇത് നമ്മെ ഏൽപ്പിച്ചത്. മോശയെ സംബന്ധിച്ചിടത്തോളം മോശ ഈ അധികാരം മുഴുവൻ കൈവശം വെക്കാതെ യിത്രോ പറഞ്ഞ ആ അഭിപ്രായത്തെ സ്വീകരിക്കുന്നു. ഒരു ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അധികാരത്തിന്റെ മറഞ്ഞിരിക്കുന്ന നന്മ കാണാനായിട്ട് മോശയ്ക്ക് സാധിക്കുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന അധികാരവും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പദവി
എങ്ങനെയാണ് നാം വിനിയോഗിക്കുന്നത്? പീലാത്തോസ് യേശുവിനോട് പറഞ്ഞ വാചകം എനിക്ക് നിങ്ങൾക്കും കാണാൻ പാഠമാണ്. നിന്നെ ക്രൂശിപ്പാനും നിന്നെ വിട്ടയപ്പാനും എനിക്ക് അധികാരമുണ്ട്. അപ്പോൾ യേശു എന്താ പറഞ്ഞത്? മേലിൽ നിന്ന് ലഭിച്ചിട്ടില്ല എങ്കിൽ എന്റെ മേൽ നിനക്ക് ഒരധികാരവുമില്ല. അതിന്റെ അർത്ഥം എന്താ? ഇന്ന് എന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അധികാരമോ പദവിയോ നാം അനുഭവിക്കുന്നുവെങ്കിൽ തമ്പുരാന്റെ ദാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുമ്പോഴാണ് നല്ല കാര്യവിചാരകന്മാരായി നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് സ്റ്റുവേർഡ്സ് ഓഫ് എൻവയൺമെന്റ്, പരിസ്ഥിതിയിലുള്ള കാര്യവിചാരകത്വം. അതും ഏറെ പ്രധാനപ്പെട്ടതാണ്. കാരണം ദൈവമാണ് ലോകത്തെ സൃഷ്ടിച്ചത്, എല്ലാം നല്ലത് എന്ന് കണ്ടു. ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ഭൂമിക്ക് ഒരു താളം ഉണ്ടായിരുന്നു. അത് സൃഷ്ടിയുടെ താളമാണ്. ആ താളം കാത്തു സൂക്ഷിക്കാനായിട്ടാണ് ദൈവം മനുഷ്യനോട് നിർദ്ദേശിച്ചത്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യവും 2-ാമത്തെ അധ്യായത്തിന്റെ 15-16 വാക്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവം സൃഷ്ടിച്ച ആ സൃഷ്ടിയുടെ താളം നിലനിർത്താനായിട്ട് മനുഷ്യനെ ഫലമേൽപ്പിക്കും. പക്ഷേ ആ താളം തെറ്റിപ്പോകുന്നതായിട്ട് തുടർന്ന് നമ്മൾ വായിക്കും. ദൈവം സൃഷ്ടിച്ച സകല ചരാചരത്തിനും ഇന്നും താളമുണ്ട്. കാറ്റ് പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ച്, അതിനും താളമുണ്ട്. കുയില് പാട്ടുപാടുന്നു, അതിനൊരു താളമുണ്ട്. കിളികളൊക്കെ ചിലയ്ക്കുന്നു, അത് ശ്രദ്ധിച്ചാൽ അതിനും ഒരു താളമുണ്ട്. കാക്ക കരയുന്നതിനും ഒരു താളമുണ്ട്. മനുഷ്യനിലും ഈ താളമുണ്ട്. മനുഷ്യന്റെ രക്തം ഓടുന്നതിന് ഒരു താളമുണ്ട്. അവന്റെ ആ ഹാർട്ട് ബീറ്റിന് ഒരു താളമുണ്ട്. ഈ താളം തെറ്റുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നല്ല കാര്യവിചാരകന്റെ ചുമതല എന്താണ്? ഒരു താളാത്മകതയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഈ ലോകത്തിന്റെ ആ താളാത്മകത നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഈ താളം നേരെയാക്കാനുള്ള ചുമതല സഭയ്ക്കുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. താളത്തിൽ വ്യാപാരം ചെയ്തവരോട് കർത്താവ് നല്ല വാക്കുകൾ പറയുന്നു. അതിന്റെ സാധ്യത കണ്ടെത്തിയവരോട് അനുഗ്രഹത്തിന്റെ വാക്കുകളാണ് യേശു പറയുന്നത്. എന്നാൽ അത് കുഴിച്ചിട്ടവനോ അവനോട് പറയുന്നു, 26-ാമത്തെ വാക്യത്തിൽ, ദുഷ്ടനും മടിയനുമായ ദാസനെ, അങ്ങനെയാണ് അവനെ വിളിക്കുന്നത്. അതിന് 30-ാമത്തെ വാക്യം കുറെ കൂടെ കഠിനമായ വാക്കുകളാണ് യേശു ഉപയോഗിച്ചത്. യവനെ പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവിൽ, അവിടെ കരച്ചിലും അധികതയും ഉണ്ടാകും. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ താലന്ത്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിഭവങ്ങൾ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ചുറ്റുപാടുകൾ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന പരിസ്ഥിതിയുടെ അനുഭവങ്ങൾ, ഇത് വിശ്വസ്തയോടെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും. ഞാൻ എൻ്റെ വാക്കുകളിൽ തന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് വിശ്വസ്തയോടുകൂടെ കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയും. ദൈവം വിശ്വസ്തതയാണ് നോക്കുന്നത്, ശ്രദ്ധിക്കുന്നു. ആ വിശ്വസ്തത പരിപാലിക്കുവാനായിട്ട് ഇന്ന് നമുക്ക് ഇടയാകട്ടെ. തുടർന്നുള്ള ജീവിതത്തിൽ നമുക്ക് ഇടയാകട്ടെ. അതിന് ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ഉറക്കെ പ്രഖ്യാപിക്കാം. സർവശക്തിയുടെ പിതാവായ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവനെ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ ബാധിക്കപ്പെട്ട് ജനിച്ചു, കഷ്ടപ്പെട്ടു, മുഷിക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം മരിച്ചവനെ
വിശുദ്ധ കാതോലിക്ക സഭയിലും വിശുദ്ധമായ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പെടുത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. പെന്തക്കോസ്തിന് പിൻപ് 5-ാമത്തെ ഞായറാഴ്ച ഇന്നത്തേക്കുള്ള അപേക്ഷ. ജീവന്റെ പൂർണ്ണതയും സഹവർത്തിത്വവും നിരപുത്രനായ യേശുക്രിസ്തുവിൽ കൂടെ വെളിപ്പെടുത്തിയ നിത്യ കർമ്മോന്മുഖനായ ദൈവമേ, ഞങ്ങൾക്ക് ലഭ്യമായ വിഭവങ്ങളുടെ ചുമതല ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്നതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്നെ ഭയപ്പെട്ടും നിന്നോടുള്ള വിശ്വസ്തതയിൽ നിലനിന്നും ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന വിഭവങ്ങളെ വിവേകപൂർവ്വം വിനിയോഗിക്കുവാൻ സഹായിക്കണമേ. കളങ്കിത ആദായത്തെ വെറുക്കുവാനും നീ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ അപരിമേയമായ കൃപാദാനങ്ങളുടെ കാര്യവിചാരകത്വത്തിൽ അത്യുത്സാഹത്തോടും ധന്യമായ ഹൃദയവിശാലതയോടും കൂടെ പ്രവർത്തിക്കുവാനും നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. സമാധാനത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. സമാധാനത്തിന്റെ കർത്താവും ഐക്യബദ്ധത്തിൽ ഇഷ്ടപ്പെടുന്നവരുമായ ദൈവമേ, നിന്നെ അറിയുന്നത് ഞങ്ങളുടെ നിത്യജീവനിരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗികളുടെ ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളിലൊക്കെയും നിന്റെ ദാസരായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ബലമൂലം കാത്തുകൊള്ളണമേ. കൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. സർവശക്തമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവായ കർത്താവേ, ഈ ദിവസത്തിന്റെ ആരംഭം വരെ നീ ഞങ്ങളെ സുഖത്തോടെ കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മഹാശക്തി കൊണ്ട് ഇന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസം ഞങ്ങൾ യാതൊരു പാപത്തിലും വീഴാതെ യാതൊരു ആപത്തിലും അകപ്പെടാതെ നിന്റെ മുൻപാകെ നീതിയായുള്ളപ്പോൾ ചെയ്യുവാനായി ഞങ്ങളുടെ സകല ക്രിയകളും നിന്റെ മരണത്താൽ നടത്തപ്പെടേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നോട്ടീസായിട്ട് ചില കാര്യങ്ങൾ ഓർമ്മിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ നടത്തപ്പെട്ട ഈ വിശുദ്ധ ആരാധനയിൽ നിങ്ങളുടെ ഭവനങ്ങളിരുന്ന് താല്പര്യപൂർവ്വം പങ്കുചേർന്ന എല്ലാവരോടും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തപ്പെട്ട ചെയിൻ പ്രയറിൽ പങ്കെടുത്തവരോടും ഈ ആരാധനയ്ക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്ത എല്ലാവരോടും പാട്ടുകൾ പാടി അത് മിസ് ചെയ്തതോടുമുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. സഭയുടെ ദൈനംദിന ചെലവുകൾ, ചാരിറ്റി, അലവൻസ്, ശമ്പളം, മറ്റുള്ള ചെലവുകളൊക്കെ മുടക്കം കൂടാതെ നടത്തപ്പെടേണ്ടതായിട്ടുണ്ട്. ഒരുമിച്ച് വന്ന് ദൈവത്തെ ആരാധിപ്പാൻ
ജന്മദിനത്തിൻ്റെ കവറുകൾ, വിവാഹ വാർഷികം തുടങ്ങിയതായിട്ടുള്ള സഭയുടെ വരുമാനങ്ങൾ ഇടവപ്പെട്ടക്കാരൻ്റെ പക്കലോ ട്രഷററുടെ പക്കലോ ഏൽപ്പിക്കണം എന്നുള്ളത് അറിയിക്കട്ടെ. കവറുകൾ നൽകിയിട്ടുള്ള ആളുകളോട് പ്രത്യേക നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഇടവപ്പെട്ടക്കാരനുള്ള നിലയിൽ അടുത്ത ഞായറാഴ്ച നടത്തപ്പെടുന്ന സർവീസ് ഇവിടുത്തെ ലാസ്റ്റ് സർവീസാണ്. കഴിഞ്ഞ 2 വർഷം നിങ്ങളിൽ നിന്ന് ലഭിച്ച എല്ലാ സ്നേഹത്തിനും കരുതലിനും പ്രത്യേകമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നിങ്ങളുടെ കഴിവുള്ളിടത്തോളം എല്ലാ ഭവനങ്ങളിലും വന്ന് നന്ദി പറയണം എന്നൊക്കെ ആഗ്രഹിച്ചു, പ്രാർത്ഥിക്കണം എന്ന് ചിന്തിച്ചു, താല്പര്യപ്പെട്ടു. എന്നാൽ ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ അതിനെ കഴിയുകയില്ല. ഒരിക്കൽ കൂടെ ലഭിച്ച എല്ലാ നല്ല സ്നേഹത്തിനും കരുതലിനുമൊക്കെ നന്ദി അറിയിക്കുന്നു. ദൈവം അനുവദിച്ചാൽ 13-ാം തീയതി ഞങ്ങൾ ഇവിടെ നിന്ന് താമസം മാറുന്നതാണ്. ഇവിടേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന കുമ്പ്രാമ്പൈക സ്വദേശിയായിരിക്കുന്ന ഏറെ ബഹുമാന്യനായ നെബൂസ്കറിയ അച്ഛനും കുടുംബവും ഇവിടെ 14-ാം തീയതി വന്ന് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ കുടുംബമായിട്ടുള്ള ഇവിടുത്തെ ശുശ്രൂഷ നമ്മുടെ ഇടവേക്ക് ആത്മീക ഭൗതിക വർധനവിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ച ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷമൊക്കെ പേരുകൾ വായിക്കട്ടെ. അവർക്ക് വേണ്ടിയുള്ള സ്തോത്ര പ്രാർത്ഥന നടത്തപ്പെടുന്നതാണ്. ഷീന എൽസ ജെറി കുഴിയമ്പലത്തെ ജെറിവില്ല, മാത്യു വർഗീസ് വട്ടപ്പറമ്പിൽ, ഫേബ എൽസ ജോൺ കിഴക്കടുത്ത് വടക്ക്, ടി മാത്യു തയ്യിൽ വടക്ക്, ഇടുക്കള ഉമ്മൻ പെരുങ്കുഴി തെക്ക് കിഴക്ക്, ജെയ്മി തോമസ് നൈനാൻ പള്ളിത്താഴത്ത് ജയദേവില്ല, റിജു മാത്യു മയ്യുത്തറ മലയിൽ റിജുവില്ല, തോമസ് മാത്യു പുതുപ്പരയ്ക്കൽ, അഭിഷേക് അലക്സാണ്ടർ മങ്ങാട്ട് ബേബി ഗാർഡൻസ്, അൻസു റൺ മാത്യു പുതുപ്പതിൽ തെക്കതിൽ കുടുംബം, സൂർജ സേറ ചേരത്ര മടിവടക്കതിൽ, കോശി ജോർജ് ചേരത്ര, ജേക്കബ് ജോർജ് ആര്യാട്ട് നമ്പർ 2, ജെനി സൂസൻ തോമസ് കുമ്മൂട്ടിൽ, പി ഒ ഉമ്മൻ പുതിയടത്ത്, തോമസ് ജോൺ മയ്യത്തറ മലയിൽ, ആകാംഷ് ചെറിയ മുരിപ്പേൽ ആശിഷ് ഭവൻ, എലിസബത്ത് വർഗീസ് മേലേമഠം കിഴക്ക്, വർഗീസ് നൈനാൻ തെങ്ങിൽ മലയിൽ, സുജിത് പി ഇടുക്കള പെരുങ്കുഴി കിഴക്കതിൽ, ആൻസി ഉമ്മൻ കുരുമ്പോലിൽ തെക്ക്. വിവാഹ വാർഷികം ആഘോഷിച്ച കുടുംബങ്ങൾ മിസ്റ്റർ ആൻഡ് മിസസ് തോമസ് ടി പോത്തൻ തെന്നൂരെ സന്തോഷ് ഭവൻ, മിസ്റ്റർ ആൻഡ് മിസസ് ഫിലിപ്പ് ചാക്കോ ഏക്കർ പാലത്തുംപാട്ട് ബഥൽ, മിസ്റ്റർ ആൻഡ് മിസസ് വർഗീസ് നൈനാൻ പുതുപ്പള്ളി തെക്കതിൽ, മിസ്റ്റർ ആൻഡ് മിസസ് പി എൻ ചെറിയ പുതുശ്ശേരി മന്ദിരം. ഇവരെ ഓർത്ത് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരോട് ചേർന്ന് പറയുവാൻ തക്കവണ്ണം ആയുസിന് ദൈർഘ്യം നൽകിയ ഞങ്ങളുടെ നല്ല ദൈവമേ, ജന്മദിനം ആഘോഷിച്ച എല്ലാവരെയും പേരുപേരായി നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 1 വർഷം നീ അവരോട് കൂടെ ഇരുന്നു, അവർക്ക് ആവശ്യമാണ് നന്മകൾ നൽകി. പുതുവർഷത്തിലേക്ക് അവർ പ്രവേശിക്കുന്നല്ലോ. ഈ പുതിയ വർഷം സന്തോഷത്തിന്റെ, നന്മയുടെ, ഐശ്വര്യത്തിന്റെ വർഷമാണ്.
വിവാഹ വാർഷികം ആഘോഷിച്ച കുടുംബങ്ങൾക്കായിട്ട് സ്തോത്രം. കുടുംബമായി നിന്റെ മക്കളെ ഒരു വർഷം കൂടെ പരിപാലിച്ചതിനായിട്ട് ഞങ്ങൾ നന്ദി കരുതുന്നു കർത്താവേ. തുടർന്നുള്ള നാളുകളിൽ നിന്റെ കൃപ അവരുടെ മേൽ പകരണമേ. നിന്നെ ആശ്രയിച്ചുകൊണ്ട് സാക്ഷ്യമുള്ള ജീവിതം നയിപ്പാൻ അവരെ ഒരുക്കണമേ. പുതിയ വർഷം അവർക്കും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും വർഷമാക്കി തീർക്കണം. അവർക്ക് ധാരാളമായിട്ടുള്ള മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം നീ അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നന്മയ്ക്കെല്ലാം കാരണനെ നന്ദി തിങ്ങും ചിത്തം എന്ന് ആരംഭിക്കുന്ന 308 കീർത്തനം നമുക്ക് പാടാം. ഹിം നമ്പർ 308. ഈ പുതിയ മാസത്തിന്റെ ആദ്യത്തെ വിശുദ്ധ ദിവസത്തിൽ തന്നെ നമ്മുടെ ഭവനത്തിൽ ഇരുന്ന് ദൈവത്തെ ആരാധിപ്പാൻ ലഭിച്ച സാവകാശത്തിനായി സ്തോത്രം ചെയ്യും. ഒരു വർഷത്തിന്റെ പകുതി മാസം നമ്മൾ പിന്നിട്ട് പോയി. പുതുമാസത്തെ പ്രവേശിച്ചിരിക്കുമ്പോൾ പുതുകൃപകളും പുതു നന്മകളും ഒക്കെ ദൈവം തന്ന് നമ്മെ നടത്തുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിൽ നല്ല കാര്യവിചാരകന്മാരായിരിക്കാൻ നമ്മെ ഒരുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ, ആ വിഭവങ്ങളൊക്കെ അതിൻ്റെ സാധ്യത കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി വിനിയോഗിക്കുവാനും വ്യാപാരം ചെയ്യുവാനും ഒരുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ചെറുതും വലുതുമായിട്ടുള്ള അധികാരവും പദവിയും ഒക്കെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ശരിയായ രീതിയിൽ അതും വിനിയോഗിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി അപേക്ഷിക്കും. മാത്രമല്ല, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ലോകം, ഈ പരിസ്ഥിതി, ആ താളം നശിച്ചു പോകാതെ അതേ താളാത്മകതയിൽ തന്നെ കാത്തു പരിപാലിപ്പാൻ ദൈവം കൃപ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. 1 കോടിയിലധികം ആളുകൾ COVID-19 മൂലം രോഗികളായി തീർന്നിരിക്കുന്നു.
ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തോട് യാത്ര. ഭവനങ്ങളെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർ അനേകർ വിദേശത്തുണ്ട്. അവരുടെ ചുറ്റുപാടുകളിലൊക്കെ ഈ രോഗം ബാധിച്ചിട്ടുണ്ട് എന്നറിയുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരൊക്കെ ദൈവം കാത്ത് തൻ്റെ ഉള്ളം കൈ വഹിക്കുന്നതിന് വേണ്ടി, ചിലകിന്റെ മറവിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കാം. അവരുടെ ശുശ്രൂഷ, അവരുടെ സേവനം രോഗികൾക്കൊക്കെ ആശ്വാസമായി തീരുവാൻ ദൈവകൃപ ചെയ്യുന്നതിന് വേണ്ടി അപേക്ഷിക്കാം. നമ്മുടെ ഇടവകയെ പ്രത്യേകിച്ച് ഓർക്കാം. ഇടവകയിലുള്ള എല്ലാ കുടുംബങ്ങളെയും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് നമുക്ക് അപേക്ഷിക്കാം. ദേവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ഭാരത്തിൽ കഴിയുന്ന അനേകരുണ്ട്. അവർ മാനസിക പിരിമുറുക്കത്തിലായിരിക്കുന്നവരുണ്ട്. ഒരുമിച്ചൊന്ന് കാണാനോ ഒരുമിച്ചൊന്ന് സംസാരിക്കാനോ സൗഖ്യം പങ്കിടാനോ സ്നേഹം കൈമാറാനോ ഒന്നും കഴിയാതെ മാസങ്ങളായി നമ്മളൊക്കെ ഭവനങ്ങളിലാണ്. കർത്താവ് ഇടപെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഭൂമുഖത്ത് നിന്ന് ഈ കോവിഡ് മാറിയെങ്കിൽ മാത്രമേ പൊതുവിലുള്ള ആരാധനയിൽ നമുക്ക് പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. ദേശത്തോട് മത്സരിക്കുന്നതിന് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ മഹാടെ അധ്യക്ഷൻ മറ്റു ചുമതലപ്പെട്ടവരൊക്കെ ഓർക്കാം. പ്രത്യേകിച്ച് മഹാദേവ 13ാമത്തെ അധ്യക്ഷന് വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങുന്ന സമയമാണ്. സെപ്റ്റംബർ മാസം 2-ാം തീയതി ആ തെരഞ്ഞെടുപ്പുള്ള ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. മഹായുടെ ആത്മീയ ഭൗതികമായ വർധനവിന് നല്ല നേതൃത്വം നൽകുവാൻ കഴിവുള്ള ഒരാളെ കർത്താവ് തന്നെ തെരഞ്ഞെടുത്തതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബമായി നമ്മെല്ലാം ദൈവങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്നെ ആരാധിപ്പാൻ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് അവസരം തന്നതിനായി സ്തോത്രം. ആരാധന ബന്ധമായ വീഴ്ചയുടെ കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. വ്യത്യസ്ത കഴിവുകൾ, ചുമതലകൾ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. നല്ല കാര്യവിചാരകന്മാരായി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. ജീവിതത്തിന് ആവശ്യമാണ് നന്മകൾ നീ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ സമീപസ്ഥനായിരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിരീക്ഷണം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടകൾ ഞങ്ങൾ ക്ഷമിക്കണം. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കണം. ദുഷ്ടൻ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും ദൈവമേ